Meet the editors. വിനയ ഇത് വിരോധമോ എന്നാണ് ചോദ്യം. നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അബിൻ വർക്കിയുടെ മെറിറ്റ്, അബിൻ വർക്കി സമരരംഗത്ത് നിന്ന് നയിച്ചത്, അബിൻ വർക്കിയുടെ വിസിബിലിറ്റി, ദൃശ്യത, ഇതെല്ലാം അബിൻ വർക്കിക്ക് ഗുണകരമാകുമെന്നാണ് നമ്മളടക്കം കരുതിയത്. മാത്രമല്ല രമേശ് ചെന്നിത്തല പോലൊരു നേതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. ഒരു ദിവസം രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഇങ്ങനെയാണ് കാണിക്കുന്നത്, തൊട്ടു പിന്നിൽ അബിൻ വർക്കി ഉണ്ട് താനും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് OJ ജനീഷ് എന്ന സംഘടനയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ നേതാവാണ്. അതിനപ്പുറത്തേക്ക് വലിയ വിസിബിലിറ്റിയൊന്നും OJ ജനീഷിനുമില്ല, ബിനു ചുള്ളിയിലുമില്ല അബിൻ വർക്കിയെ താരതമ്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ OJ ജനീഷിനെ പ്രഖ്യാപിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ 6ര പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി യൂത്ത് കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് അബിനെ ഒതുക്കാനാണോ എന്നുള്ളതാണ് ചോദ്യം. വിനയായത് വിരോധമാണോ? വിനയായത് വിരോധം എന്നതിനപ്പുറം തങ്ങൾക്ക് തടസ്സമാകുന്നവരെ നിരായുധരാക്കുക എന്ന തന്ത്രമാണ്. അത് അബിൻ വർക്കിക്കെതിരെയല്ല, യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയാണ് ലക്ഷ്യം. അബിനെ വെച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് എറിയുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഏറ് കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്മാറ്റമാണ് ഇന്നത്തെ പ്രതികരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൽ നേരത്തെ ആ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമുക്കറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുന്നു. 1,70,000 വോട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ള അബിന് കിട്ടുന്നത്. മൂന്നാമത് അരിത ബാബു. 4ാമത് 19,000 വോട്ട് കിട്ടിയിട്ടാണ് ജനീഷ്. 5ാമത് എത്തുന്ന ആൾക്കും 19,000 ചില്ലാൻ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ അരിത ബാബു ആയാലും ജനീഷ് ആയാലും ഒക്കെ തന്നെയും KCയുമായി അടുത്ത് നിൽക്കുന്നവരാണ്. അബിനെ തട്ടുന്നു, രാഹുൽ മാറിയിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും യൂത്ത് കോൺഗ്രസും KCക്കൊപ്പമാവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മണ്ണൊരുക്കയാണ്. മണ്ണൊരുക്കുമ്പോൾ തന്നെ അനുകൂലിക്കുന്നവരുടെ ഒരു മണ്ണൊരുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സമയമെടുത്ത് നോക്കിയത് ഇപ്പോൾ അബിൻ വർക്കിയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അബിൻ വർക്കി ഇന്ന് വളരെ വികാരാധീനനായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോഴും ഒട്ടും മാന്യത കൈവിടാതെ പക്വമായി തന്നെയാണ് പ്രതികരിച്ചത്. ഒരു നേതാവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷേ തനിക്ക് അതിന് അർഹതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് കൃത്യമായി അറിയാം, സമരങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു, ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നാവാകുന്നു, അപ്പുറത്ത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിൽ കൃത്യമായി പഠിച്ച വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന മിടുക്കനായ ഒരു യുവ നേതാവാണ്. ആ യുവ നേതാവിന് 2ാം സ്ഥാനം കിട്ടുന്ന 1,70,000 വോട്ട് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് കിട്ടിയ വോട്ടാണ്. അപ്പുറത്ത് വേറൊരു വിഷയം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വോട്ടർ ID വിഷയം അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം, അല്ലെങ്കിൽ ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ എത്തിയത് യഥാർത്ഥമായി കിട്ടിയ വോട്ട് കൊണ്ട് തന്നെയാണോ എന്ന സംശയം ഇവിടെ കേസും അന്വേഷണമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് 1,70,000 വോട്ട് ഇപ്പുറത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ രാഹുലല്ല ഒരുപക്ഷെ വിജയിച്ചത്, ഒരുപക്ഷെ അബിൻ വർക്കിയാണോ എന്നുകൂടി വിലയിരുത്താം. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായും തെളിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായും സ്വാഭാവിക നീതി അടുത്ത ആളിലേക്ക് എത്തുമ്പോൾ അത് ഉറപ്പായിട്ടും അത് അബിനിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ അത് അബിനിലേക്ക് എത്തിയില്ല എന്നാണ് നമ്മൾ കണ്ടത്. അബിനിപ്പോൾ 1072 കേസുകളുണ്ടെന്ന് പറയുന്നു. പിന്നെ ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ദേശീയ തലത്തിൽ NSUയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. ദേശീയ തലത്തിൽ ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി പോകുമ്പോൾ സ്വാഭാവികമായി ഒരു 15 ദിവസമെങ്കിലും അവിടെ ചെലവഴിക്കേണ്ടി വരുമെന്നും, അങ്ങനെ 15 ദിവസം ചെലവഴിക്കുക എന്നുള്ളത് വെറുതെ അല്ല, കയ്യിൽ നിന്ന് കാശ് പോകുമെന്നുള്ളതാണ് അബിൻ പറയുന്നത്. അത് യാത്രാ ചെലവടക്കം സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കണം, ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം സ്വന്തം കയ്യിൽ നിന്ന് ചിലവാകേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യതയാകുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണ കേസിൽ പെടുന്നു. അതിന് ശിക്ഷ അനുഭവിക്കുന്നത് ഇപ്പോൾ അബിൻ വർക്കിയാണോ? എന്താണ് അതിൻ്റെ അർത്ഥം? അബിൻ വർക്കി എന്തിനു അനുഭവിക്കണം? അപ്പുറത്ത് നമ്മൾ കാണുന്നത് പാലക്കാട്ടേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വീരനെ സ്വീകരിക്കുന്ന പോലെ ഭയങ്കരമായ സ്വീകരണം കൊടുക്കുന്നു, വലിയ ഫ്ലക്സ് ബോർഡുകൾ നിരത്തുന്നു, ഒരു വീരാരാധന അവിടെ കൃത്രിമമായെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഇത് വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. ഇനി അടുത്ത കാര്യം നോക്കുകയാണ്, നമ്മൾ ഓരോരുത്തരെയായി വെട്ടുന്നത് നോക്കണം, നേതാക്കളെ നോക്കണം. ഇപ്പോൾ അബിനെ അവിടെ മാറ്റി നിർത്താം, രാഹുൽ മാങ്കൂട്ടത്തിലെയും ഒക്കെ മാറ്റി നിർത്താം. ആദ്യം പ്രതിപക്ഷ നേതാവ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നു, അദ്ദേഹം നേതൃനിരയിൽ നിൽക്കുന്നു, അദ്ദേഹം യുവാക്കളുടെ നിരയെ കൊണ്ടുവന്നു. നോക്കൂ, ഇത്രയും കാലം യുവാക്കൾക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് പറയുകയായിരുന്നു, ഞങ്ങളിതാ യുവാക്കളെ കൊണ്ടുവരുന്നു, യുവാക്കൾക്ക് കൃത്യമായ സ്ഥാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഷാഫിയും പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ അവിടെയും അബിനും അവിടെയുണ്ട്. അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിക്കുന്നു. അതിനൊരു നല്ല ആത്മവിശ്വാസം VD സതീശനുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ലൈംഗികാരോപണം വരുന്നത്. അത് വന്ന ശേഷം ആ കൂട്ട് തന്നെ വെട്ടിപ്പോകുന്നു, അത്രയും തന്നെ ചിതറിപ്പോകുന്നു. ചിതറിപ്പോയി കഴിയുമ്പോൾ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ചെന്ന് ചേരുന്നത് എവിടെയാണ്?
KC-യിലേക്കാണ്. KC-യിൽ രക്ഷ തേടി അവിടേക്ക് പോവുകയാണ്. കാരണം ഇവിടെ അഡമൻ്റായി ഒരു നിലപാടെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അത് നമ്മൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് നോക്കുമ്പോൾ ഏറ്റവും ന്യായമുള്ള നിലപാട്, ധൈര്യത്തോടുകൂടിയുള്ള നിലപാട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ തന്ത്രം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പുറത്ത് തന്ത്രം രൂപീകരിക്കപ്പെടുകയാണ്. അപ്പുറത്തെ ആളെ കൂട്ടുന്നു, KC-യിലേക്ക് അവിടെ എത്തിച്ചേരുന്നു. നമുക്ക് ഷാഫിയുടെ മൂക്കടിച്ചു ചേർത്ത പോലീസിൻ്റെ സംഭവത്തിലും ആദ്യം എത്തുന്നത് KC-യാണ്, അത് ഓർക്കണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി വരുന്നു. അതങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? VD സതീശൻ ശക്തനായി, അല്ലെങ്കിൽ VD സതീശൻ അങ്ങനെ സ്വീകാരനായി വരുന്നു എന്ന ഘട്ടത്തിൽ പെട്ടെന്ന് രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല VD-യേക്കാൾ മുന്നേ വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പ്രതികരിക്കാൻ നോക്കുന്നു. ഒരു മത്സര സ്വഭാവത്തോടു കൂടി ഞാനാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കയ്യിൽ പഴയ തടമ്പ് വെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. നേരത്തെ പ്രതികരിക്കുന്നു, പല വിഷയങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ ഒരു വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ രമേശ് ചെന്നിത്തലയിൽ കാണുകയാണ്. അങ്ങനെ രമേശ് ചെന്നിത്തലയെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തുനിന്ന്. VD-ക്ക് ഒരു കൊട്ട് കിട്ടട്ടെ, VD ഒന്ന് അടങ്ങട്ടെ എന്ന രൂപത്തിൽ. അങ്ങനെ VD-ക്ക് അടങ്ങാനുള്ള സംഭവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവിടെ വരികയാണ്. അങ്ങനെ VD-ക്ക് ഇപ്പോൾ MLA-മാരുടെ എത്ര പിന്തുണയുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അത് ഒരു തരത്തിൽ ഒലിച്ച് KC-യിലേക്ക് പോകുന്നു. എവിടെയാണോ പവർ അവിടേക്ക് പോകുക എന്നാൽ കോൺഗ്രസിനല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും എവിടെയാണ് അധികാരം അവിടേക്ക് പോകുന്നു. അങ്ങനെ അധികാരത്തിലേക്ക് പോയിരിക്കുന്നു. KC എന്നാൽ ആരാണ്? പാർട്ടിയിൽ രണ്ടാമനാണ്. ഓർക്കണം, രാഹുൽ ഗാന്ധിക്ക് ശേഷം KC വേണുഗോപാലാണ്. ഒരുപക്ഷെ അടുത്ത AICC അധ്യക്ഷനായേക്കാം, ഒരുപക്ഷെ അടുത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായേക്കാം. അതിനുള്ള മണ്ണൊരുക്കിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന് ഇവിടെ ആദ്യം VD സതീശനെ ഒറ്റപ്പെടുത്തി. അടുത്തത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് കയ്യിൽ ചില നമ്പറുകൾ. അദ്ദേഹം ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് അഭിമുഖം കൊടുത്തിട്ട് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നില്ല എന്ന് പറയുന്നു. അതിനിടയ്ക്ക് നടന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. മുൻപത്തെ കാര്യങ്ങൾ VD സതീശനും അത് പകയായ ഉള്ളിലുണ്ട്. VD സതീശന് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നു പോയത് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ കൊടുത്തും വാങ്ങിയുമൊക്കെയാണ് ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ടുള്ള ആ ഇൻ്റർവ്യൂ ഈ അടുത്ത ദിവസമാണ്. അവിടെ KC-ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. KC വെറുതെ ഇരിക്കുമോ? അപ്പോൾ KC-ക്ക് ഇനി അടുത്ത് കൊടുക്കേണ്ട ആൾ ആരാണെന്നറിയാം, അത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയും ചിറകരിയുകയാണ്. അങ്ങനെ പാവം അബിനാണ് അതിൽ ഇരയായിരിക്കുന്നതെന്ന് മാത്രം. പക്ഷേ അങ്ങനെ അബിനെ പൂർണ്ണമായി തള്ളുമൊന്നുമില്ല. അബിനിപ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കും. നേരത്തെ സണ്ണി ജോസഫ് നല്ല അർത്ഥത്തിൽ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നാണ് അബിന് പോലും തോന്നിയിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് ദേശീയ സെക്രട്ടറി സ്ഥാനം വഹിക്കാം. വർക്കിംഗ് പ്രസിഡന്റ് പക്ഷേ പ്രത്യേകമായി കൊടുത്തിരിക്കുന്നത് ബിനു ചുള്ളിയിലിന് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുമില്ല. വേറെയുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഡിഗ്രി ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ പരിശോധിച്ചാൽ മതി, നമുക്ക് ഉറപ്പില്ല, അങ്ങനെ കേൾക്കുന്നു. എന്തായാലും ബിനു ചുള്ളിയിൽ അവിടെ എത്തുകയാണ്. ബിനു ചുള്ളിയുടെ ഗുണമെന്താണ്? അദ്ദേഹം KC-ക്കൊപ്പം നിൽക്കുന്നു. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. ഇനിയിപ്പോൾ ജനീഷിനെ വെച്ച് നോക്കുമ്പോൾ ജനീഷ് പൊതുവേ യൂത്ത് കോൺഗ്രസിൽ സ്വീകാരനാണ്. ഇനിയിപ്പോൾ VM സുധീറിന് ശേഷം ആ സ്ഥാനത്തെത്തുന്ന, തൃശ്ശൂരിൽ നിന്നെത്തുന്ന ഒരു നേതാവ് എന്നൊരു പേര് കൂടി അദ്ദേഹത്തിന് കിട്ടുകയാണ്. എന്നാൽ ഇതിന് സമരരംഗത്തൊക്കെ ഇറങ്ങിയാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സ്വീകാര്യതയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അബിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിന് എന്നൊരു ചോദ്യം അവിടെ വരികയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥ കാരണം. അബിനെയല്ല അടിച്ചത് ചെന്നിത്തലയാണ്. അടി കൃത്യമായി ചെന്നിത്തലയ്ക്ക് കൊണ്ട് ചെന്നിത്തല അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. ഇനി KC-യാണ് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. അപ്പുറത്ത് രാഹുൽ ഗാന്ധി ഇതൊക്കെ അറിയുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ആരറിയിക്കും? രാഹുൽ ഗാന്ധിയെ അറിയിക്കാനുള്ള വഴി KC-ആണല്ലോ. KC വഴിയാണ് രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുക. ഇനി എങ്ങനെയാണ് അറിയിക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നേതാക്കൾ നട്ടം തിരികെയാണ്. ഇനിയിപ്പോൾ ആർക്കൊപ്പം നിൽക്കും? അത് KC-ക്കൊപ്പം നിന്നാൽ നമുക്ക് വല്ല ഗുണമുണ്ടെങ്കിൽ ഗുണമുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പാണ് വരുന്നത്, നിരവധി വിഷയങ്ങളുണ്ട്, സമരരംഗത്തിറങ്ങേണ്ട സമയമാണ്. അങ്ങനെ ചിതറിത്തെറിച്ച് ഓരോ നേതാക്കൾ പല ഭാഗത്തായി പ്രതികരിക്കുന്നു. അപ്പുറത്ത് ഒറ്റ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ മൂന്നാമതും വരാൻ പോകുന്നു എന്നുള്ള ആത്മവിശ്വാസം കാണിക്കുന്നു. നന്നായി പണിയെടുത്താൽ ഭരണത്തിൽ വരാം. വിരോധം എന്നതിലും അപ്പുറം കേരളത്തിൽ നമുക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്നതല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്നതല്ലേ? എങ്ങനെയാണ് കേരളത്തിൽ അധികാരമുള്ളിടത്തേക്ക് അണികളും നേതാക്കളും ഗ്രൂപ്പുകൾ വിട്ടു പോകുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ? അധികാര സ്ഥാനങ്ങളിലേക്ക് മാത്രമായി ഒഴുകുന്ന ഒരു പുഴയാണ് എപ്പോഴും കോൺഗ്രസ് എന്നുള്ളത്. അതിൽ ചില അപൂർവം നേതാക്കളുണ്ട് കേട്ടോ. അവരുടെ ആശയങ്ങളുടെ പേരിൽ അവർ നിലയുറപ്പിച്ച ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ പൊതുവേ കോൺഗ്രസിനെക്കുറിച്ച്, ഇന്ത്യയിൽ പൊതുവേ കോൺഗ്രസിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? അതൊരാൾക്കൂട്ട പാർട്ടിയാണെന്നും അവിടെ അധികാരമാണ് എല്ലാത്തിനെയും നിശ്ചയിക്കുന്നതെന്നും ആരാണോ അധികാരത്തോട് അടുത്ത് നിൽക്കുന്നത് അവർക്ക് ചുറ്റും ഉപഗ്രഹങ്ങളായി മറ്റു നേതാക്കൾ വരുമെന്നുള്ളതും അവരൊരു ഗ്രൂപ്പായി മാറുമെന്നുള്ളതും ആ ഗ്രൂപ്പിൻ്റെ സ്വാധീനശേഷിയിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്നു എന്നുള്ളതുമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? 3 പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അബിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആയിട്ടാണ്. ഒരു പൊളിറ്റിക്കൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ.
ആ ബിഗ് ബോസിൻ്റെ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അവിടെ ഈ മെറിറ്റ് എന്ന് പറയുന്നത് മാനദണ്ഡമാണെന്ന് നമ്മൾ കരുതും. എന്നാൽ അവിടെ അതല്ല യഥാർത്ഥത്തിൽ മാനദണ്ഡമാവുന്നത്. മറ്റ് ചില കാര്യങ്ങളാണ്. അതിൽ പല കാര്യങ്ങളും അതിൽ പ്രധാനപ്പെട്ട കാരണമാകും. പോപ്പുലാരിറ്റിക്ക് കാരണമാകുമെന്ന് നമ്മളെ ധരിപ്പിക്കത്തക്ക രീതിയിൽ ബിഗ് ബോസ് അതിൽ വ്യക്തമായിട്ട് കളിക്കുകയും ചെയ്യും. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ നേരിട്ടിറങ്ങി കളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി ഷോയായി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഞാനിത് വിശദീകരിക്കാം. രണ്ടാമത്തത്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയല്ല, മല്ലികാർജുൻ ഖർഗെ ആണെങ്കിലും, അതല്ല ജവഹർലാൽ നെഹ്റു തന്നെ ഒരു പദ്ധതിയായിട്ട് വന്നാൽ പോലും അത് കേരളത്തിൽ നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ളത് മറ്റ് സമവാക്യങ്ങളെ ആശ്രയിച്ചിരിക്കും. കാരണം രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയായിരുന്നു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ജനാധിപത്യവൽക്കരിച്ച് നടത്തുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ നേതാക്കൾ വരണം. എത്ര മാന്യമായ ആശയമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. താഴെത്തട്ടിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ്, ആ സംഘടനാ തെരഞ്ഞെടുപ്പിനെ വ്യാജ കാർഡ് ഇറക്കി അട്ടിമറിക്കാനൊക്കെ ഒരു വിഭാഗം ശ്രമിച്ചു. അതവിടെ നിൽക്കട്ടെ, അത് കേസുമായിട്ട് നിൽക്കുക. പക്ഷേ അവിടെ വോട്ട് കിട്ടിയ ആളിനെ പിന്തള്ളി രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ തന്നെ പൊളിച്ചു കളയുന്ന രീതിയിലൊരു പദ്ധതി വരുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. രാഹുലിൻ്റെ പദ്ധതി പോലും കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ മറ്റ് ചില ആൾക്കാരുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലേ നടക്കൂ എന്നുള്ളത് തെളിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പാണിത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു സ്വാഭാവിക നീതിയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് സൃഷ്ടിക്കാൻ പോകുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പുതിയ സമവാക്യത്തെ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അഥവാ ഒരു ഒറ്റയാൾ കോൺഗ്രസ് ആയിട്ട് കേരളത്തിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നു എന്നുള്ള ഒരു വലിയ മാറ്റം കൂടി സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യത്തിലേക്ക് വന്നാൽ, ഇതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് പൊളിറ്റിക്കൽ റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞത്? ബിഗ് ബോസ് ആരാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ബിഗ് ബോസ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൻ്റെയും ദേശീയ പട്ടികയും കൂടി എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ആരാണെന്ന് വ്യക്തമാവും. BJP യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ആരുടെ പക്ഷം? KC വേണുഗോപാൽ പക്ഷം. വർക്കിംഗ് പ്രസിഡന്റ് എന്ന് ഇന്നേ വരെ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടാവാത്ത ഒരു പുതിയ പോസ്റ്റ്. 1960കളിലാണ് യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുന്നതെങ്കിലും 65 മുതലാണ് അത് ശക്തി പ്രാപിക്കുന്നത്. പിന്നീട് 66ലാണ് എനിക്കൊന്ന് AK ആൻ്റണി ആണെന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ മുതൽ AK ആൻ്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും സുധീരനാണെങ്കിലും PC ചാക്കോയാണെങ്കിലും ശരി, വയലാർ രവി ആണെങ്കിലും ശരി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി ഇങ്ങോട്ട് പുതിയ തലമുറയിൽ പന്തളം സുധാകരൻ മുതൽ കാർത്തികേയൻ മുതൽ ഇങ്ങോട്ട് പുതിയ തലമുറയിൽ T സിദ്ദീഖ് ആണെങ്കിലും ലിജു ആണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അതിന് തൊട്ട് ശേഷം വന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇപ്പോൾ ഈ OJ ജനീഷ് ആണെങ്കിലും നോക്കൂ, ഇതുവരെ നമ്മളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ 6.5 പതിറ്റാണ്ടിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് ഒരാളെ കൊണ്ടുവരികയാണ്. ബിനു ചുള്ളിയിൽ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ. വിദ്യാഭ്യാസം എന്നുള്ള അടിസ്ഥാനമായ രാഷ്ട്രീയത്തിന് യോഗ്യതയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ പുതിയ തലമുറയിലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ജെൻസിയെ നിയന്ത്രിക്കുന്ന, ജെൻസികൾ കൂടി കടന്നു വരുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള നേതാക്കൾ നിലവിലിരിക്കെ അതൊരു പ്രധാന മാനദണ്ഡമാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതൊരു എക്സ്ക്ലൂസീവ് മാനദണ്ഡമാവണമെന്നൊന്നും ഞാൻ പറയില്ല. അവിടേക്കാണ് ബിനു ചുള്ളിലിനെ പോലെയുള്ള നേതാവ് വരുന്നത്. ആരുടെ പക്ഷം? KC പക്ഷം. സംസ്ഥാന അധ്യക്ഷൻ KC, വർക്കിംഗ് പ്രസിഡന്റ് KC, സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അരിത ബാബു ആരുടെ പക്ഷം? KC വേണുഗോപാൽ പക്ഷം. 3 പേരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് മാത്രമല്ലെന്നേ. KSU എടുത്തു നോക്കൂ, അലോഷി സേവർ ആരുടെ പക്ഷം? KC വേണുഗോപാൽ പക്ഷം. നിങ്ങൾ മഹിളാ കോൺഗ്രസ് എടുത്തു നോക്കൂ, 50% ആരുടെ പക്ഷം? KCയുടെ പക്ഷം. മഹിളാ കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ സംഘടനയെ ഒന്നാകെ ഒരൊറ്റ ബിഗ് ബോസ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് ഒരു ബിഗ് ബോസ് പൊളിറ്റിക്കൽ റിയാലിറ്റി ഷോ ആയിട്ട് മാറുന്നു. ആ ബിഗ് ബോസിൽ നിൽക്കുന്നത് സാക്ഷാൽ KC വേണുഗോപാലാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ കണ്ടത്. അബിൻ വർക്കിക്ക് ഈസി ആയിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകാമായിരുന്നു. ഒറ്റ വാചകം പറഞ്ഞാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തോ രമേശ് ചെന്നിത്തലയെ കുത്തി ഒരു വാക്ക് പറയുകയും KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് 2 പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അബിൻ വർക്കി വരും. പക്ഷെ ഞാൻ അബിൻ വർക്കിയെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം, പക്ഷെ അബിൻ വർക്കി അത് ചെയ്തില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആ പവർ പൊസിഷനിൽ ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നൊരു പോരാളിയാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹത്തെ തന്നെ AICCയിലെ ക്ഷിതാവായിട്ടാണ് വിളിച്ചത്. എന്നിട്ട് പോലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്നു. നോക്കൂ, വലിയ സ്വാധീനശേഷിയില്ലാത്ത, വലിയ അധികാര പദവി ഇല്ലാത്ത ആൾക്കാരോടൊപ്പം നിൽക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം. ഞാനത് അബിനിൽ കാണുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം പോകാം, VD സതീശനോടൊപ്പം പോകാം, അതല്ലെങ്കിൽ KC വേണുഗോപാൽ, എല്ലാം അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഷാഫി പറമ്പിൽ പോലും പോയത് ആരുടെ കൂടെയാണ്? ഈ പറയുന്ന KC വേണുഗോപാലിൻ്റെ കൂടെയാണ്. അവസാന നിമിഷം PC വിശ്വനാഥ് KC
വേണുഗോപാലിന്റെ ഭാഗമായി AP അനിൽകുമാർ, KC, എന്തിനേറെ സുധാകരനോടൊപ്പം നിന്ന് സണ്ണി ജോസഫ് പോലും KCയുടെ ഭാഗമായി തീരുന്നൊരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. പക്ഷെ അവിടെയാണ് അബിൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിന്നു. കൃത്യമായ പണി കിട്ടി. അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത പണി അബിൻ വർക്കി അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, ഇവിടെയാണ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത്. ഇതൊരു സ്വാഭാവിക നീതിയുടെ ലംഘനമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അബിൻ വർക്കി ആരായിരുന്നു? സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ വൈസ് പ്രസിഡന്റ് അല്ല, വർക്കിംഗ് പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണ കേസിൽ സ്ഥാനമൊഴിയുമ്പോൾ കൊടുക്കേണ്ട ആളായിരുന്നു അബിൻ വർക്കി. കാര്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ കണക്കാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത് അബിൻ വർക്കിയാണ്. 1,70,70,000 വോട്ട് കൊടുത്തത് ആരാ? യൂത്ത് കോൺഗ്രസാ. അതൊന്നും വ്യാജ ID കാർഡ് വെച്ച് കിട്ടിയ വോട്ടുകളല്ല കേട്ടോ. വളരെ കൃത്യമായി അബിൻ വർക്കിയുടെ പോക്കറ്റിലേക്ക് പോയ അബിൻ വർക്കിയുടെ ഇമേജിലും അബിൻ വർക്കി എന്ന ലീഡറിലുള്ള വിശ്വാസത്തിലും കൊടുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ വോട്ടാണ്. 1,70,70,000 വോട്ടാണ് അബിൻ വർക്കിക്ക് കിട്ടിയത്. ഈ ബിനു ചുള്ളിയലിന് കിട്ടിയ വോട്ട് എത്രയെന്നറിയാമോ? ബിനു ചുള്ളിയൽ മത്സരിച്ചില്ല പ്രിയപ്പെട്ടവരെ. അതാണ് വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ വന്ന ബിനു ചുള്ളിയൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മത്സരിക്കാത്ത ബിനു ചുള്ളിയൽ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആവുകയും മത്സരിച്ച് 1,70,70,000 വോട്ട് വാങ്ങിയ അബിൻ ബിനു ചുള്ളിയലിന്റെ താഴെ പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദേശീയ ജനറൽ സെക്രട്ടറി പോലുമല്ല. നിങ്ങളൊന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിലെ നേതാവിന് ഇരട്ട പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബിനു ചുള്ളിയലിനാണ്. ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തുക. അതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂത്ത് കോൺഗ്രസിന് ഒരു വർക്കിംഗ് പ്രസിഡന്റ്, നല്ല ചുണയോടുകൂടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന പ്രസിഡന്റുമാരുണ്ടായിരുന്ന നാട്ടിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. അപ്പോൾ പിന്നെ ജനീഷ് ആരാണ്? സിറ്റിംഗ് പ്രസിഡന്റ് ആണോ? സിറ്റിംഗ് പ്രസിഡന്റ്, സ്ലീപ്പിംഗ് പ്രസിഡന്റ്, വെയിറ്റിംഗ് പ്രസിഡന്റ്, വാക്കിംഗ് പ്രസിഡന്റ്, ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റ്. ഇത് എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറുപ്പക്കാരെ യഥാർത്ഥത്തിൽ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? ആൾക്കാർ ചോദിക്കൂലേ, ഈ അപ്പുറത്തിരിക്കുന്ന കക്ഷി OJ ജനീഷ് അപ്പോൾ വർക്ക് ചെയ്യുന്ന ആളല്ലേ, നോൺ വർക്കിംഗ് പ്രസിഡന്റ് ആണോ എന്ന് ചോദിക്കില്ലേ? ഈ പോസ്റ്റിന്റെ പ്രയോജനം എന്താ? ഈ അറ്റ്ലീസ്റ്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾ മത്സരിക്കൂ. അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, 1,70,70,000 വോട്ട് വാങ്ങിയ അബിൻ വർക്കിയെ നിയന്ത്രിക്കാൻ പോകുന്നത് 19,000 വോട്ട് വാങ്ങിയ OJ ജനീഷാണ്. OJ ജനീഷ് പ്രസിഡന്റ് ആവുന്നു. 1,70,70,000 വാങ്ങിച്ചയാൾ അവിടെ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി അയാളെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനിയുമുണ്ട് മത്സരിക്കാത്തയാൾ ബിനു ചുള്ളിയൽ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു. അനിതാ ബാബുവിന് 31,000 വോട്ട് കിട്ടി. അനിതാ ബാബുവിന് കിട്ടിയത് 30,000 വോട്ടാണ്. എങ്കിൽ പിന്നെ ഈ അനിതാ ബാബുവിനെ പ്രസിഡന്റ് ആക്കിക്കൂടെ? കൊടുത്തൂടെ? അനിതാ ബാബുവിന് കൊടുത്തില്ല. അനിതാ ബാബുവിന് 31,000 വോട്ട് കിട്ടിയതാണ്. 19,000 വോട്ട് കിട്ടിയാൽ ഒന്നാം സ്ഥാനത്തേക്ക് വരികയും 31,000 വോട്ട് കിട്ടിയാൽ രണ്ടാം സ്ഥാനത്തേക്ക് വരികയും 1,70,70,000 വോട്ട് കിട്ടിയാൽ കളത്തിൽ നിന്ന് പുറത്താവുകയും മത്സരത്തിൽ പങ്കെടുക്കാത്തയാൾ രണ്ടാം സ്ഥാനക്കാരായി വരികയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവിക നീതിയുടെ ലംഘനമാണത്. അത് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് പറയുക സമുദായ സമവാക്യങ്ങൾ. ഇന്ന് തെറ്റായിട്ട് അബിൻ വർക്കിയെ കോട്ട് ചെയ്യുന്നുണ്ട്. അബിൻ വർക്കി പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പമെന്നല്ല അബിൻ വർക്കി പറഞ്ഞത്. അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം പറയുന്നു ഇത് ഞങ്ങളിൽ ഈ ഹിന്ദു രക്തവും ക്രൈസ്തവ രക്തവും ഇല്ല എന്നൊക്കെ വിളിച്ചു വളർന്ന ആളാണ്. സമുദായത്തിന് സമവാക്യങ്ങളാണോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വമാണ് പരിശോധിക്കേണ്ട വിഷയമാണെന്നേ. എന്താ പറഞ്ഞിരിക്കുന്നത്? KPCC പ്രസിഡന്റ് ക്രിസ്ത്യൻ ആയതുകൊണ്ട്, KSU പ്രസിഡന്റ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യൻ ആവാൻ പറ്റത്തില്ല. നയന്മാരുടെ കണക്ക് ഞാൻ പറയട്ടെ, KPCCയിലെ AICCയിലെ നയന്മാരുടെ കണക്ക് ഞാൻ പറയട്ടെ. സമുദായങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. അങ്ങനെ വന്നാൽ ഈ പറയുന്ന നായന്മാരുടെ കൂട്ടമായിട്ട് കേരളത്തിലെ KPCCയും AICCയിലെ കേരളത്തിലെ ക്ഷണിതാക്കളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യമൊന്നും പറഞ്ഞ് അബിൻ വർക്കിയെ നിരാകരിക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവിക നീതിയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ ഈ ബിനു ചുള്ളിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പങ്കെടുത്ത ഒരു യൂത്ത് കോൺഗ്രസ് സമരത്തിൻ്റെ പേര് പറയാമോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ബിനു ചുള്ളിയിൽ ഞാൻ ഇന്ന് കുറേ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ, നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഈ ബിനു ചുള്ളിയിൽ പങ്കെടുത്ത കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ദേശീയ സെക്രട്ടറി ആവുന്നതിന് മുൻപ് 2 വർഷം ഈ യൂത്ത് കോൺഗ്രസിൽ പങ്കെടുത്ത ഒരു സമരത്തിൻ്റെ പേര് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നു ജിമ്മി, ഞാൻ നമ്മുടെ റിപ്പോർട്ടർമാരുടെ അടുത്ത് എല്ലാം അന്വേഷിച്ചു. ഈ ബിനു ചുള്ളിയിൽ ഏതെങ്കിലും സമരത്തിന് മുൻപിൽ നിന്ന് പോയ ഏതെങ്കിലും ആലപ്പുഴ കേന്ദ്രീകരിച്ച് ചിലതുണ്ടാവാൻ സാധ്യത ഇല്ല. ഞാനത് അന്വേഷിച്ചു. ഹരിപ്പാട് ഈ ബിനു ചുള്ളിയിൽ ഒരു പരിപാടി പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ 2 വർഷമായിട്ട്, ഈ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് വരെ. ആ കക്ഷിയാണ് ഇവിടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ നോൺ വർക്കിംഗ് ആയിരുന്ന ഒരാൾ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നു എന്ന കൗതുകകരമായ ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇതുണ്ടാക്കാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളോ? കെ സി വേണുഗോപാൽ
ലോക്സഭാ സീറ്റ് വിട്ട് ആലപ്പുഴയിലെ നിയമസഭയിൽ മത്സരിക്കാനായിട്ട് വരുന്നു. നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഒഴിവൂരുന്ന വേക്കൻസിയിലേക്ക് ഹരിതാ ബാബുവിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ ഇങ്ങനെ അണിയറയിൽ കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നതെന്നും ഒക്കെ കേൾക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു സീറ്റ് രാജസ്ഥാനിൽ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീറ്റിൽ വന്ന അയാളുടെ പേര് രവനീത് സിംഗ് ബിട്ടു എന്നായിരുന്നു. രാജ്യസഭാ സീറ്റായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. ആ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ MP രാജിവെച്ച ഒഴിവിൽ, എന്തിന്, ലോക്സഭയിൽ മത്സരിക്കാൻ വന്ന ഒഴിവിൽ രാജസ്ഥാനിൽ അവിടെ വിജയിച്ചു കയറിയത് BJP MP ആയ രവനീത് സിംഗ് ബിട്ടുവാണ്. അവിടെ BJPക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടാണ് കേരളത്തിൽ ആലപ്പുഴയിൽ വന്ന് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അപ്പോൾ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം കിട്ടുമെന്നുമുള്ളൊരു വലിയ പ്രതീക്ഷയൊക്കെ ഒരുപക്ഷേ പാവം KC വേണുഗോപാൽ ഉണ്ടായിരിക്കാം. മത്സരിക്കുന്നതിനും ലോക്സഭയിൽ സീറ്റ് തെളിയിക്കുന്നതിനും ഒന്നും തെറ്റല്ല. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന സൂചനയാണ്. അങ്ങനെയാണെങ്കിൽ KC രാഷ്ട്രീയമായി കേരളത്തിൽ സജീവമാവുന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം അപ്രസക്തമാവുകയും KC വേണുഗോപാൽ കേരളത്തിൽ ഒറ്റയാൾ ലീഡറായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. എല്ലാ മേഖലകളും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളെയും KC പൂർണ്ണമായിട്ടും കീഴടക്കിയിരിക്കുന്നു. ഇത് കേരള ചരിത്രത്തിൽ അടുത്തിടെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വെട്ടിനിരത്തലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വെട്ടിനിരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നു. ഇതിൽ എങ്ങനെയാണ് ഐ ഗ്രൂപ്പിൻ്റെ പ്രതികരണം എന്നത് ഞാൻ അന്വേഷിച്ചു. ഐ ഗ്രൂപ്പിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ശ്മശാന മൂകതയാണ്. ഒരഭിവാദ്യം അതിലില്ല കേട്ടോ. ഞാനതിൽ ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു സ്ക്രീൻഷോട്ട് കണ്ടു. ഇത് ഞാൻ തർക്കിക്കാൻ പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നോളൂ. ഈ ഐ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഷോട്ടുകളിലുണ്ടല്ലോ, ഒരു അഭിവാദ്യമില്ല, ഒരു സന്തോഷമില്ല, ഒരു പ്രകടനമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അബ്സല്യൂട്ട് സൈലൻസ് ആണ്, നിശബ്ദമായിട്ടിരിക്കുക. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെയും ബഹുമാനിക്കുന്നുണ്ട്. കാരണം ഈ ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് രാഷ്ട്രീയം ഒരു വിയോജിപ്പുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ ബാധിക്കും? രണ്ട് രീതിയിൽ ബാധിക്കും. ഒന്ന്, കോൺഗ്രസിൻ്റെ സാധ്യതയെ ബാധിക്കും, നമ്പർ 1. നമ്പർ 2, ഇതിൽ മത്സരിക്കാൻ നിൽക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെയൊക്കെ സ്ഥാനാർത്ഥികളുണ്ട്. അവരുടെ സാധ്യതയെ അത് നശിപ്പിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ വളരെ പരസ്യമായിട്ട് ഈ അതൃപ്തി പരസ്യപ്പെടുത്താതിരിക്കുന്നത്. അങ്ങേറ്റം നിരാശയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു വിഭാഗം തന്നെ ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ രാജിവെക്കാത്തത് ആ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കടന്നുകൂടിയില്ലെങ്കിൽ ഇനി കോൺഗ്രസ് ഇല്ല എന്നത് അവർക്ക് തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് കണ്ടറിയണം. ഇനി വരാൻ പോകുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കാലമാണ്. ഒന്നുകിൽ KC പൂർണ്ണമായിട്ടും പിടിച്ചടക്കി കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും, അതല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ തുടരും. പക്ഷേ ഇത് തൽക്കാലം അണിയറയിലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വിനയായത് വിരോധമോ എന്നുള്ളതാണ് ചോദ്യം. ഞാനൊരു തിരുത്തുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണൊന്ന്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ജിമ്മിയുടെ സമയമാണ്. ഇതൊക്കെ ആണെങ്കിലും നമുക്കറിയേണ്ടത് ആരാണ് അധ്യക്ഷനാവുന്നത്, ആരാണ് ഉപാധ്യക്ഷനാവുന്നത് എന്നല്ല, വയനാട്ടിലെ ആ വീട് വെച്ച് കൊടുക്കൂ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ ഫണ്ട് ഇനി ആര് കൈകാര്യം ചെയ്യും? ഈ ഫണ്ട് ഏത് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട ജനീഷ്, താങ്കൾക്ക് അത് വ്യക്തമാക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ജനീഷിന് ആ കണക്ക് കൊടുക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. വരും ദിവസങ്ങൾ അതിന് കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. ഓക്കെ ജിമ്മി, വിനയായത് വിരോധമോ? ഈ യുദ്ധത്തിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടോ? ഒരു യുദ്ധം നടക്കുമ്പോൾ തോറ്റുപോയയാൾ മരിച്ചു പോവുകയോ കാരാഗ്രഹത്തിൽ പോവുകയോ ചെയ്യുക. ഇനി അല്ല, ഇതൊരു കായിക മത്സരമാണെങ്കിൽ 1ാം സമ്മാനം കിട്ടിയ ആൾ അയോഗ്യനായാൽ 2ാം സ്ഥാനത്തെയാൾ 1ാം സ്ഥാനത്താവും, 3ാം സ്ഥാനക്കാരൻ 2ാം സ്ഥാനത്താവും. കോൺഗ്രസ് ആണ് പറയേണ്ടത്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് യുദ്ധമാണോ അതോ കായിക മത്സരമാണോ? അല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ 1ാം സ്ഥാനത്ത് നേടിയ ആൾ MLA ജനപ്രതിനിധി എന്തെങ്കിലും ആയാൽ അയാൾ രാജിവെച്ചതുകൊണ്ട് 2ാം സ്ഥാനത്തിരിക്കുന്ന ആളെ 1ാം സ്ഥാനത്തേക്ക് കയറ്റാനും ആവില്ല. ഇത് ഒരു സംഘടനയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര വിഷയമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിഞ്ഞു പോയി 1-2 വർഷം കഴിയുമ്പോൾ അയാൾ പുറത്തു പോയാൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളെ കയറ്റണമെന്ന് നിയമമൊന്നുമില്ല, കയറ്റാതിരിക്കണമെന്നും നിയമമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലെയിം അബിൻ വർക്കിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേറൊരു വിഷയമാണ്. കോൺഗ്രസ് പറയണം എന്താണെന്നുള്ളത്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അപ്പീലൊന്നുമില്ല. നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ നിങ്ങളങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അബിൻ വർക്കി 2ാം സ്ഥാനത്തായി പോയത് അതൊരു കുഴപ്പമായി കരുതരുത്. 1,70,000 വോട്ട് നേടിയാണ് അബിൻ വർക്കി 2ാം സ്ഥാനത്ത് വന്നത്. അതൊരു അയോഗ്യതയുമല്ല.
അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന OJ ജനീഷ് ജനീഷിൻ്റെ 19,000 വോട്ട് കിട്ടിയത് ഒരു കുറവുമല്ല. കാരണം OJ ജനീഷ് എങ്ങനെയാണ് ഈ ഇലക്ഷൻ രംഗത്തേക്ക് വരുന്നത്? OJ ജനീഷ് ഐ ഗ്രൂപ്പാണ്. അന്ന് അബിൻ വർക്കിയെ ഐ ഗ്രൂപ്പ് തീരുമാനിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും സ്വന്തമായി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രേ കിട്ടൂ. അതുകൊണ്ടാണ് OJ ജനീഷിന് 19,000 വോട്ടായി പോയത്. അതൊക്കെ ഇതിനകത്ത് ഇലക്ഷനകത്തുള്ള ഡൈനാമിക്സാണ്. പക്ഷേ അബിൻ വർക്കിയെ നമ്മൾ പിന്നെ എവിടെയാണ് കണ്ടത്? അബിൻ വർക്കി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഈ പാർട്ടി രംഗത്ത്, പ്രക്ഷോഭ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ പിന്നെ പാർട്ടിയുടെ മുഖമായി നിന്നത് അബിൻ വർക്കിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളിലും സംഘടനയെ നയിച്ചുകൊണ്ട് പോകുന്ന അബിൻ വർക്കിയെ നമ്മൾ എവിടെ കണ്ടു? തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അബിൻ വർക്കിയുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അബിൻ വർക്കി 2ാം സ്ഥാനത്തായിപ്പോയി എന്നുള്ളത് അബിൻ വർക്കിയുടെ ഒരു കുറവല്ല. എന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് തോറ്റത്? വളരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വരെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പരാതിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അബിൻ വർക്കി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിൻ്റെ ഒപ്പം അബിൻ വർക്കിയെ നമ്മൾ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി നിൽക്കുന്ന അബിൻ വർക്കിയെ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുമ്പോൾ സംഘടനയിൽ വേറെയും ചുമതലക്കാരുണ്ടെങ്കിലും അബിൻ വർക്കിയാണ് സജീവമായി സംഘടനയെ നയിച്ചത്. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചോയ്സ് അബിൻ വർക്കി കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അങ്ങനല്ല, KSUക്കാരൻ അത് ക്രിസ്ത്യാനിയാണ്, അതുപോലെ തന്നെ KPC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്, അപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അസംബന്ധം എന്നുള്ളതാണ് അതിനൊരു ഒറ്റ വാക്കുള്ള മറുപടി. കാരണം യൂത്ത് കോൺഗ്രസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സംഘടനയല്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി നിന്ന്, പ്രതിപക്ഷത്തിൻ്റെ നാക്കും ശരീരവുമായി നിന്ന് സർക്കാരിനെ വെല്ലുവിളിക്കേണ്ട സംഘടനയാണ്. ആ സംഘടനയിൽ 1,70,000, എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. അത്ര മോശമൊന്നുമല്ല. 1,70,000 വോട്ട്, 1,70,000 വോട്ട് വാങ്ങി ജയിച്ച ഒരാൾ, അയാളുടെ പിന്നിൽ എത്ര പേരുണ്ടെന്നറിയാം. അദ്ദേഹം ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമാണ്. അങ്ങനെയുള്ള ഒരാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അയാളെ കേരളത്തിൽ നിന്ന് തന്നെ കയറ്റി അയക്കുകയും ചെയ്തിട്ട് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നാണോ കരുതുന്നത്? അവിടെയാണ് പ്രശ്നം. അബിൻ വർക്കി എന്ന് പറയുന്നൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തി കഴിഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയപ്പോഴും. അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ സംഘടനയിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതാണ് അബിൻ വർക്കി എന്ന് വന്ന് കാര്യമായി പറഞ്ഞത്. എനിക്ക് കേരളത്തിൽ നിന്നാൽ മതി, എന്നെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്നെ സഹായിക്കരുത് എന്നാണ് അബിൻ വർക്കി പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ വിഷയം അബിൻ വർക്കി ഇന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത്. അബിൻ വർക്കി വെറുതെ അല്ല ഇന്നൊരു മുദ്രാവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ എൻ്റെ ജാതിയുടെ, എൻ്റെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ പുറത്താക്കി എന്ന് തന്നെയാണ് അബിൻ വർക്കി ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിനകത്തൊരു ശരിയുമുണ്ട്. എന്നു മുതലാണ് കോൺഗ്രസിനകത്ത് സംഘടന, ഈ യൂത്ത് കോൺഗ്രസും KSUവിനകത്തും ഒക്കെ ഇങ്ങനൊരു പ്രശ്നം വന്നത്? എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് മര്യാദയ്ക്ക് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റാത്ത, ശേഷിയില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്ക് എല്ലാ കാലത്തും അറിയാം. KPCCകൾ അങ്ങനെയാണ്, പുനഃസംഘടിപ്പിക്കും, സ്വന്തക്കാർ വരും, ഗ്രൂപ്പുകൾ വരും, സമവാക്യങ്ങൾ മാറി മാറി വരും. പക്ഷേ 2008-ലോ 2009-ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിൽ ആദ്യമായി വേറൊരു രീതി കൊണ്ടുവന്നത്. അന്ന് അഭിമുഖ പരീക്ഷയായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ അപ്ലൈ ചെയ്യണം, അതിനുശേഷം അവിടെ വന്നിട്ട് ഡൽഹിയിലോ മറ്റോ അഭിമുഖം നടക്കും. അന്ന് രസകരമായ സംഭവം, ആദ്യത്തെ രാഹുൽ ഗാന്ധിയുടെ നീക്കം തന്നെ കേരളത്തിൽ പാളിയിരുന്നു. അന്ന് M. ലിജു ആണ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകുന്നത്. അന്ന് വൈകുന്നേരം ലിജുവിൻ്റെ പേര് പിൻവലിച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് ലിജുവിനെ ആക്കാൻ പറ്റില്ല എന്ന് പ്രധാനപ്പെട്ട A ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ നിലപാടെടുത്തതോടുകൂടിയാണ് അത് പൊളിഞ്ഞത്. അപ്പോൾ അങ്ങനൊരു ചരിത്രം കോൺഗ്രസ്സിന് ഇതിനു മുമ്പുണ്ട്. രാഹുൽ ഗാന്ധിയെ വരെ വരച്ച കോരയിൽ നിർത്തിയിട്ടുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കന്മാർ കേരളത്തിലെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഞാൻ അതുമായി കൂട്ടി വായിക്കുകയാണ്. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവ് ഇന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചത് നോക്കാം എന്നാണ്. വരട്ടെ എന്നാണ് പറഞ്ഞത്. എന്തൊരു ഗൗരവകരമായ പ്രസ്താവന. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനോട് യോജിപ്പില്ല എന്ന് പറയുകയാണ്. 2008 ആവർത്തിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് കേന്ദ്ര നേതൃത്വത്തിന് ഇതിന് വിശദമായ പരാതി അയക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കാൻ പോലും ആലോചിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പിനകത്തുള്ള പൊതുവികാരം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിൽ അബിൻ വർക്കി സ്ഥാനം നഷ്ടപ്പെട്ടത് അബിൻ വർക്കി എന്തെങ്കിലും കുഴപ്പം ചെയ്തതുകൊണ്ടോ അബിൻ വർക്കിക്ക് കുറേ വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ടോ അല്ല. ലക്ഷ്യം അബിൻ വർക്കിയുമല്ല. കേരളത്തിലൊരു പുതിയ ഗ്രൂപ്പ് സമവാക്യം വന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്.
ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും കേരളത്തിൽ വളരെ സജീവമായി നിന്ന കാലം അവസാനിച്ചു. അതിപ്പോൾ അവസാനിച്ചതല്ല. ഇപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന ആളാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. രമേശ് ചെന്നിത്തലയുടെ അനുയായിയായിരുന്നു വി ഡി സതീശൻ. അവിടെ നിന്ന് വി ഡി സതീശൻ സ്വന്തം നിലയിലേക്ക് മാറുന്നു. അദ്ദേഹം യൂത്ത് ബ്രിഗേഡ് ഉണ്ടാക്കുന്നു, വേറൊരു സംഘം രീതിയിൽ പോകുന്നു. അദ്ദേഹം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി മാറുന്നു. അപ്പോൾ തന്നെ വേറൊരു ഗ്രൂപ്പ് സമവാക്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ഏതാ, ഐ ഏതാ, എ ഏതാ, ഐക്യത്തെ അവാന്തര വിഭാഗങ്ങൾ ഏതാ എന്നതിനെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളുള്ളൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അവിടെ കെ സി വേണുഗോപാലിൻ്റെ എൻട്രി സംഭവിച്ചിരിക്കുകയാണ്. കെ സി വേണുഗോപാലിൻ്റെ എൻട്രി വെറുതെയല്ല. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന അലോഷി സേവ്യർ സത്യത്തിൽ കെ സി ഗ്രൂപ്പ് ആയിരുന്നില്ല. പദവി കിട്ടിയ ശേഷം കെ സി പക്ഷത്തേക്ക് ചാഞ്ഞതാണ്. ജെ ബി മേത്തർ അങ്ങനെ തന്നെ പദവി കിട്ടിയ ശേഷം ചാഞ്ഞവരാണ്. പക്ഷേ ഔദ്യോഗികമായി ഇവർക്കൊക്കെ വേറെ ഗ്രൂപ്പ് ഉണ്ട് താനും. ഞാൻ മനസ്സിലാക്കുന്ന കെ സി വേണുഗോപാൽ ഈ ചർച്ചകളിൽ ചോദിച്ച ഒരു ചോദ്യം, എനിക്കും വേണ്ട ഒരാൾ, നിങ്ങൾക്കൊക്കെ ആളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് എത്രയോ കാലമായി ഗ്രൂപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, സംഘടനകൾ കൈവച്ചുകൊണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ സ്ഥിരമായി എ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. എനിക്കും വേണ്ടേ ഒരു പദവി എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് വീതം വെപ്പിലാണ് അബിൻ വർക്കി പുറത്തു പോയെന്നുള്ളതാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം. അല്ലാതെ വേറെ ഒരു വിഷയവുമില്ല. കെ സി വേണുഗോപാൽ ഹാസ് അറൈവ്ഡ്. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കസേര വലിച്ചിട്ട് ഞാനും ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ്, എനിക്കും വേണം പദവികൾ എന്ന് പറഞ്ഞു. അതിന് നേരത്തെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ, പോഷക സംഘടനകളിലെ ഭാരവാഹികളെയൊക്കെ കെ സി തൻ്റെ പക്ഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു പദവി ചോദിച്ചു വാങ്ങുന്നു. ഒരു പദവി മാത്രമല്ല, 2 പദവി, വർക്കിംഗ് പ്രസിഡന്റിനെ കൂടിയാണ്. ബിനു ചുള്ളിയിലിന് വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാൽ ശക്തമായി വാദിച്ചത്. അത് നടക്കുന്ന പ്രശ്നമില്ല. കാരണം ബിനു ചുള്ളിയിൽ ഈ സംഘടനയുടെ 7 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി. ഒരു തരത്തിൽ നടക്കില്ല എന്നായപ്പോൾ നോക്കണേ ധൈര്യം, അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി മാറ്റി. അങ്ങനെ സംഘടനയിൽ ഒന്നല്ല, രണ്ടാമതൊരു പദവി കൂടെ ഉണ്ടാക്കി. അങ്ങനെ 2 പദവികൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇതെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പല പ്രാവശ്യം വന്നതാണ്. നമ്മളിന്ന് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് വാർത്തകളും കൊടുത്തതാണ്. കെ സി പറയുന്നത് ഞാൻ വരുന്നില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരാൻ കച്ചകെട്ടിയിരിക്കുന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ഏറ്റവും ശക്തിയുള്ളൊരു നേതാവാണ്. പക്ഷേ ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തോറ്റാൽ, കോൺഗ്രസിൽ ബീഹാർ നാമാവശേഷമായാൽ, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ കാത്തിരിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിരയുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും. അവരുടെ ആദ്യത്തെ ടാർഗറ്റ് കെ സി വേണുഗോപാലാകാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ചില നേതാക്കളടക്കം ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ, കോൺഗ്രസിന് അടിപതറിയാൽ ചിലപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാവും. ഇനി അങ്ങനെയല്ല, കെ സി വേണുഗോപാൽ അപ്പോഴും സർവ്വശക്തനായി നിൽക്കുകയാണെന്നും ബീഹാർ ജയിച്ചെന്നും വിചാരിക്കുക. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു സീറ്റ് തിരഞ്ഞെടുക്കാനും വേണമെങ്കിൽ കേരളത്തിൽ വരാനും അദ്ദേഹം തീരുമാനിച്ചൊന്നും ഇരിക്കട്ടെ. അപ്പോഴും അടുത്തൊരു പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലായിരിക്കുമല്ലോ മത്സരിക്കുക. അപ്പോൾ ബാക്കിയുള്ള എം പിമാരോ ഒന്നൊന്നായി ചാടി വീഴും. കേരളത്തിലെ ബാക്കിയുള്ള എം പിമാർ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മത്സരിച്ചൂടെ? ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ അവസരം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പുതിയ സ്ഥാനാരോഹണത്തോടു കൂടി ഒരു പരിധിവരെ ആ സംഘടനയെ നിർജ്ജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തലവേദനകൾ കാത്തിരിക്കുകയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വളരെ ബോധപൂർവമായ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായിരുന്നു. പകരം ഗ്രൂപ്പുകളിലേക്ക് വിട്ടുകൊടുക്കുകയും പുതിയ ഒരു ഗ്രൂപ്പിനെ അംഗീകരിക്കുകയും ചെയ്തതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനിയുള്ള മാസങ്ങളിലെ സംഘടനയുടെ സജീവതയാണ്. ഓക്കെ, ചോദ്യം ഇതായിരുന്നു, ഈ വിരോധമായിരുന്നോ കാരണം എന്നുള്ളതായിരുന്നു ചോദ്യം. വിനയായത് വിരോധമോ എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യേസ് എന്ന് തന്നെയാണ്. Meet the editors.